നേരത്തെ ഇത് പറഞ്ഞു പലതരം കടകളുടെയും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് പല വ്ളോഗേഴ്സ് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നത് നമ്മളൊരു എക്സിബിഷൻ നടത്തുന്നുണ്ട് തിരുവനന്തപുരത്താണ്. KTDC ഒരു ഹോട്ടലിലാണ് നടത്തുന്നത്. അവിടെ വന്നിട്ട് ഈ പറയുന്ന പലതരം ബ്രാൻഡുകളുടെ നമുക്ക് സർപ്ലസ് ഐറ്റംസ് നമുക്ക് 80% 70% എന്നുള്ള രീതിയിൽ ബ്രാൻഡഡ് സർപ്ലസ് ഒറിജിനൽ ബ്രാൻഡ് അതായത് ഈ പറഞ്ഞ പരസ്യം ബ്രാൻഡഡ് സർപ്ലസ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഇതേപോലെ കൊച്ചിയിൽ നടത്തിയപ്പോ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നെ പോലീസ് അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കി 5 മിനിറ്റ് കൊണ്ട്. ഇവര് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, പോലീസ് 5 മിനിറ്റിൽ വന്നു എന്നെ പുറത്താക്കി. ഞാൻ അവിടെ ചെന്നപ്പോ കണ്ടു അവിടെ മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളും കിട്ടണ്ടായിരുന്നു. കുറെ അസിലുള്ള ആൾക്കാർ അവിടെ അല്ല അപ്പൊ അതേ അവര് തിരുവനന്തപുരത്ത് നടത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് ജോബി പറഞ്ഞത് ഇപ്പൊ മരുന്നിന്റെ കാര്യം പറഞ്ഞു. ഒരു മരുന്നിന്റെ പരസ്യം ഇതുപോലെ ചെയ്യുന്നതിന് എത്ര പലതരം നിയമങ്ങൾ പാലിച്ചിട്ട് വേണ്ട ചെയ്യാൻ. എന്തെങ്കിലും പാലിക്കുന്നുണ്ടോ നിങ്ങൾ? അല്ല, നമ്മളെ വിളിക്കുമ്പോ നമ്മളോട് ചെല്ലുമ്പോ ഒരു ഏകദേശം എത്ര വർഷമായിട്ട് ഈ സ്ഥാപനം ഉണ്ടെന്ന് ഞാൻ ചോദിച്ചു. അതൊന്നും വിഷയമല്ല. അവരുടെ ഒരു പാരമ്പര്യം, അവരുടെ ഒരു ഇത്, ഇനിയിപ്പോ ഡ്രഗ്സ്, അങ്ങനെ ഏകദേശം ഒരു സാധാരണക്കാരൻ. അല്ല, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു മരുന്ന് കമ്പനികൾക്കും ഈ മരുന്ന് അല്ലെങ്കിൽ ഒരു അസുഖം മാറാം എന്ന് പറഞ്ഞിട്ട് പരസ്യം ചെയ്യാൻ ഒരു നിയമപരമായിട്ട് അത് ലീഗൽ അല്ല.